ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയ ചങ്ക്സ് വെച്ചിട്ടൊരു അടിപൊളി ഡിഷാണ്. ഇതിനായിട്ട് സോയ ചങ്ക്സ് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അത് വീർത്ത് വരുന്ന ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നോർമലി നമ്മൾ ബോൾസ് ആയിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഒന്ന് വെറൈറ്റിക്ക് നമ്മളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് നമ്മളൊരു ചീനച്ചട്ടി എടുത്ത് ചൂടാക്കിയിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് അതിന് നല്ലൊരു മൂത്തിട്ട് നല്ലൊരു സ്മെല്ല് വരും. ആ ടൈമിൽ നമ്മൾ 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ആവശ്യത്തിനുള്ളത് ചേർത്താൽ മതി. നമ്മളിനി മുളക് പൊടിയെല്ലാം ചേർക്കുന്നുണ്ട്, അപ്പോൾ എരിവിനാവശ്യമുള്ള പച്ചമുളക് ചേർക്കുക. ഇനി ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുക. അതുപോലെ 1 ടേബിൾ സ്പൂൺ കംപ്ലീറ്റ് ആയിട്ട് ഞാനിപ്പോൾ മുളക് പൊടി ഇടുന്നുണ്ട്. നമുക്ക് എരിവിനനുസരിച്ചിട്ട് അതുപോലെ സോയ ചങ്ക്സിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് മുളക് പൊടി എത്രയാണെന്ന് വെച്ചാൽ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്യുക. എല്ലാ പൊടികളും നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും. ആ ടൈമിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർക്കുക. നമുക്ക് ഗരം മസാലപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ ചിക്കൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ചിക്കൻ മസാലപ്പൊടിയാണ് ഇടുന്നത്. ഇനി ഗരം മസാലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. അതിനുശേഷം ഒരു തക്കാളി, പുളിപ്പിനാവശ്യമുള്ള ഒരു തക്കാളി ഇടുക. എന്നിട്ട് മിക്സ് ചെയ്യുക. ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിൻ്റെ പച്ച ചുവയൊക്കെ മാറി നന്നായിട്ട് നല്ലൊരു സ്മെല്ല് വരും. ആ ടൈമിൽ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർക്കുക. അതുപോലെ മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർക്കുക. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിതൊരു സർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അടിപൊളി ഡിഷാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.